അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും വധശ്രമം. വെടിയുതിർക്കാൻ ശ്രമിച്ച 58കാരനെ സീക്രട്ട് സർവീസ് കസ്റ്റഡിയിലെടുത്തു. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപിന്റെ ഗോൾഫ് ക്ലബ്ബിലാണ് ആക്രമണശ്രമമുണ്ടായത്. താൻ സുരക്ഷിതനെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുകയാണ്. മധു, ഗുഡ് മോർണിംഗ്. അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. ഈ അക്രമി ഇപ്പോൾ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപിനെതിരായ ഇയാളുടെ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ പലരും പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് കൃഷ്ണ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര നല്ലതല്ല. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വീണ്ടും ഒരു വധശ്രമത്തിന് ശ്രമിച്ചു എന്നുള്ള വാർത്തകളാണ് ഫ്ലോറിഡയിൽ നിന്ന് വരുന്നത്. ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ സ്വകാര്യ ഗോൾഫ് കോഴ്സ് ആണ്. അവിടെ ആയിരുന്നു ട്രംപ്. അപ്പോഴാണ് ഒരു AK-47 തോക്കുമായി ഒരു തോക്കുധാരിയെ സീക്രട്ട് സർവീസ് കാണുകയും തുടർന്ന് ഒരു 4 റൗണ്ട് ഈ ആൾക്ക് നേരെ വെടിയുതിർക്കുകയും ഇയാള് കയ്യിലുണ്ടായിരുന്ന ബാഗും അതുപോലെ അയാളുടെ കയ്യിലെ ഈ തോക്കും ഉപേക്ഷിച്ചിട്ട് ഈ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ദൃക്സാക്ഷി ഇതിന്റെ ചിത്രമെടുത്ത് സീക്രട്ട് സർവീസിന് ലഭിക്കുകയും തുടർന്ന് ഹൈവേയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. കസ്റ്റഡിയിലെ ചോദ്യങ്ങളോട് ഇയാൾ സഹകരിക്കുന്നുണ്ട്, വളരെ ശാന്തനാണെന്നാണ് പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിന് നേരെ ഇത് 2ാം തവണയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ വധശ്രമം ഉണ്ടാകുന്നത്. വെറും 2 മാസം മാത്രമേ തെരഞ്ഞെടുപ്പിന് ഉള്ളൂ എന്ന് ഓർക്കണം. വിശദ വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയും അതുപോലെ വൈസ് പ്രസിഡന്റും ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായ കമലാ ഹാരിസിനെയും അറിയിച്ചിട്ടുണ്ട്. ട്രംപ് സുരക്ഷിതൻ എന്ന് അറിഞ്ഞതിൽ ഇരുവരും ആശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. FBI ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. എന്നാൽ ശരി. സീക്രട്ട് സർവീസിന്റെ പ്രതികരണം എത്തിയിട്ടുണ്ട്. ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പരിമിതമായ സുരക്ഷ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് ഒരുക്കാൻ കഴിയൂ. പ്രത്യേകിച്ച് ഗോൾഫ് കോഴ്സ് പോലുള്ള ഒരു വിശാലമായ ഒരു സ്ഥലത്ത് സുരക്ഷ ഒരുക്കുന്നതിൽ പരിമിതിയുണ്ട് എന്നാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ സന്ദേശം തന്റെ അനുയായികൾക്ക് ഉടൻ തന്നെ ഒരു ഇമെയിലിലൂടെ കൊടുക്കുകയും ചെയ്തു. അഭ്യൂഹങ്ങൾ ഒക്കെ പരക്കുന്നതിന് മുമ്പേ താൻ സുരക്ഷിതനാണ്, ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു, കൺമുമ്പിൽ വെടിയുതിർക്കേണ്ട ശരി. ഒരു സന്ദർഭത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ശരി. സംഭവം അമേരിക്കയിൽ 2 വരാനിരിക്കും. മാസത്തിനിടെ 2ാം തവണയും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. വിവരങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരക്കര.